എന്തായാലും ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ ഈ പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ എന്നുള്ളതാണ്. അമർനാഥ് യാത്രയോടനുബന്ധിച്ച് ജൂൺ മാസത്തിലാണ് സാധാരണഗതിയിൽ ബൈസ്രൺ വാലി തുറക്കേണ്ടത്. പക്ഷേ ഏപ്രിൽ 20-ാം തീയതി ബൈസ്രൺ താഴ്വര അത് തുറന്ന കാര്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നില്ല, സുരക്ഷാ സേന അറിഞ്ഞിരുന്നില്ല എന്ന് ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിൽ കേന്ദ്രം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലേ എന്നുള്ളതാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ആ സമയത്ത് ഉയർത്തിയിരിക്കുന്ന ചോദ്യവും. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുൻ, സുരക്ഷാ വീഴ്ച സംഭവിച്ചോ? എങ്ങനെ ഭീകരർക്ക് പഹൽഗ്രാമിലേക്ക് എത്താൻ പറ്റി? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. കേന്ദ്രം തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണ് ഉണ്ടായത്, എങ്ങനെയാണ് താഴ്വര തുറന്നത്, ആരും അറിയാതെ പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയാതെ പിന്നെ എങ്ങനെ സംഭവിച്ചു ഇത്? അക്ഷയ, ഈ സർവകക്ഷി യോഗത്തിനിടയിൽ ഉയർന്ന ഒരു ചോദ്യമാണ്. അതിന് മറുപടിയായി കേന്ദ്രം പ്രതിരോധ മന്ത്രാലയം തന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് ഏപ്രിൽ 20-ാം തീയതി സുരക്ഷാ ഏജൻസികളുടെ അറിവോടെയല്ല ഈ ബൈസ്രൺ താഴ്വര വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് എന്നത്. സാധാരണഗതിയിൽ അമർനാഥ് യാത്രക്കാർക്കും അതുപോലെ വിനോദസഞ്ചാരികൾക്കുമായി ജൂൺ മാസത്തിൽ തുറക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഏപ്രിൽ 20-ന് തന്നെ തുറന്നു. അതൊരു സുരക്ഷാ വീഴ്ചയാണോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു മറുപടി അക്കാര്യത്തിൽ കേന്ദ്രത്തിന്, പ്രതിരോധ മന്ത്രാലയത്തിന് ഇല്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സർവകക്ഷി യോഗത്തിന് ശേഷം ഹാരിസ് ബീരാൻ MP വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് പല ആവർത്തി ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും കേന്ദ്രത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. മാത്രമല്ല, നിരവധി ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പ്രതിപക്ഷം നിരത്തി. അതെല്ലാം കൃത്യമായി ഒരു നോട്ടിൽ കുറിച്ചു വെച്ച് പിന്നീട് ഇതെല്ലാം തന്നെ ഒരു മറുപടി നൽകാം എന്നുള്ളൊരു വിശദീകരണം മാത്രമായിരുന്നു നൽകിയത്. ഇന്നലെ ഈ സുരക്ഷാ ഉപസമിതി യോഗം ചേർന്ന് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വിശദീകരിച്ചു. അതായത് സിന്ധു നദീജല കരാർ, അതുപോലെ തന്നെ അട്ടാരി അതിർത്തി അടയ്ക്കുന്നത്, ഈ വിസ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികളെയും ധരിപ്പിച്ചു. പക്ഷേ ചോദ്യങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പിന്നീട് അവർ അറിയിക്കാം എന്നുള്ള ഒരു കാര്യമാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രി ഈ യോഗത്തിന് എത്താത്തതും പ്രതിപക്ഷ പാർട്ടികളോട് കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കാത്തതിൽ ഒരു നീരസം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ബീഹാറിൽ അദ്ദേഹം പ്രസംഗം നടത്തി, പക്ഷേ എന്തുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു സർവകക്ഷി യോഗത്തിൽ എന്നാണ് പുറത്തിറങ്ങി വന്ന MP വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിരവധി ആശങ്കകളുണ്ട്. ആ ആശങ്കകളിൽ കൃത്യമായിട്ടുള്ള ഉത്തരം എന്തായാലും കേന്ദ്ര സർക്കാരിനില്ല. മറ്റൊരു കാര്യം, ഈ ഇടങ്ങളിൽ, ഈ അതിർത്തി മേഖലയിൽ, അതുപോലെ തന്നെ ഇത്തരം വിനോദസഞ്ചാര മേഖലയിലേക്ക് സൈന്യത്തെ കൂടുതൽ വിന്യസിക്കാൻ കഴിയാത്തത് ഈ സുരക്ഷാ സേനാ അംഗങ്ങളിലെ കുറവാണോ, അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചിരുന്നു. അതിനും കൃത്യമായിട്ടുള്ള ഉത്തരം എന്തായാലും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തതിലൂടെ കേന്ദ്ര സർക്കാർ ഇന്നലെ യോഗം ചേർന്ന് തയ്യാറാക്കിയ, അല്ലെങ്കിൽ ഈ സുരക്ഷാ ഉപസമിതി യോഗം ചേർന്ന് നടപ്പിലാക്കി ഇന്ന് ഇതിനോടകം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ആ പോയിന്റുകൾ തന്നെ പ്രതിപക്ഷത്തോട് വിശദീകരിക്കുകയായിരുന്നു ഈ യോഗത്തിലൂടെ ചെയ്തത്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ എന്തായാലും ഹാരിസ് ബീരാൻ MP യോഗത്തിന് ശേഷം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നാളെ രാഹുൽ ഗാന്ധി കശ്മീരിലേക്ക് പോകാനുള്ളൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. നാളെ 11:30 അദ്ദേഹം അനന്ത്നാഗിലെത്തും. അവിടെ എത്തി ആശുപത്രിയിൽ ഈ പരിക്കേറ്റവരെ ചികിത്സയിലുള്ളവരെ നേരിട്ട് കാണും എന്നുള്ള കാര്യം കൂടി ഇതിനോടകം കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷ നേതാവും നാളെ നേരിട്ട് കശ്മീർ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്.